ശ്രീ പാണ്ഡ്യാല ഷാജി, ഇത്രയും നാൾ തീർത്ത പ്രതിരോധങ്ങളൊക്കെ അമ്പേ പാളുന്ന കാഴ്ച തന്നെയല്ലേ ഇപ്പോൾ കാണാൻ കഴിയുന്നത്? എത്രമാത്രം ഗുരുതരമാണ് സാഹചര്യം എന്നുള്ളത് പാർട്ടി അണികൾക്ക് പോലും ബോധ്യപ്പെടുന്ന തരത്തിലേക്കല്ലേ SFIO കുറ്റപത്രം നീങ്ങുന്നത്? ഇനി എന്ത് പ്രതിരോധം സൃഷ്ടിക്കാനായിരിക്കും പാർട്ടി ശ്രമിക്കുക? കാരണം കഴിഞ്ഞ ദിവസവും പറയുന്നുണ്ടായിരുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ആസൂത്രിത നീക്കമാണ് എന്നുള്ളത്. അതൊക്കെ മാറ്റിവെച്ചാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വരുമ്പോൾ എന്തിനീ പണം കൈമാറി എന്നതടക്കമുള്ള ചോദ്യങ്ങളിലേക്ക് മറ്റ് ഏജൻസികൾ കൂടി അന്വേഷിക്കുമ്പോൾ എന്തായാലും അങ്ങേയറ്റം ഗുരുതരമായ സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ കടക്കുന്നത്? തീർച്ചയായും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ വിലയിരുത്തേണ്ടത്, കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലമായി കേരള പാർട്ടിയെ മാത്രമല്ല അത് അഖിലേന്ത്യാ CPIM-നെ ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ ഒരു പാർട്ടി നേതാവ് CPIM-ന് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർട്ടി പോളിറ്റ് ബ്യൂറോയിലില്ല, പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിലില്ല, പാർട്ടി സെക്രട്ടേറിയറ്റിലില്ല. അങ്ങനെയുള്ള ഒരൊറ്റയാൾ പോലും ഇതുവരെ ആ പാർട്ടിയുടെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 24-25 വർഷക്കാലമായി ഇയാൾ ചെയ്തു വച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും മാത്രമായുള്ള ഒരു ലോകം നിർമ്മിക്കുകയും അത്തരമൊരു സംഭവത്തിൻ്റെ നിർമ്മിതിക്കായി പാർട്ടിയെ അയാൾ കൃത്യമായി സംഘടനാപരമായി ദുരുപയോഗം ചെയ്തു എന്ന ഗുരുതരമായ കുറ്റമാണ് വാസ്തവത്തിൽ ഇയാൾ ഈ കേരളത്തിലെ പാർട്ടിയോടും അഖിലേന്ത്യാ പാർട്ടിയോടും ചെയ്തത്. ഇതുവഴി സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് ദിശാബോധം നഷ്ടപ്പെട്ടു. പാർട്ടി എന്ന് പറയുന്നത് ഇയാളുടെ വ്യക്തിപരമായ താല്പര്യത്തിനും കുടുംബ താല്പര്യത്തിനുമായി ചുരുങ്ങിയപ്പോൾ പാർട്ടിയുടെ അടവ് നയങ്ങൾ പാടി. പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകൾ അങ്ങനെ ഒരു സംഭവം ഇല്ലാതായി തീർന്നു. പാർട്ടിയുടെ സംഘടനക്കകത്ത് പ്രവർത്തിക്കുന്ന ഓരോ ആളുകളും സ്വാർത്ഥമോഹികളും അതോടൊപ്പം തന്നെ പരപീഡനത്തിൽ ആനന്ദം കണ്ടെത്താൻ മാത്രമുള്ള ആളുകളായി മാറി ഒരുതരം ഫ്യൂഡൽ മാടമ്പിമാരുടെ സ്വഭാവത്തിലേക്ക് പാർട്ടിക്കകത്തെ ഓരോ നേതാവും മാറുകയായിരുന്നു. അങ്ങനെ വാസ്തവത്തിൽ ഇയാൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനകത്ത് വളരെ കൃത്യമായി ഈ ലുംബൻ ലീഡേഴ്സിനെയാണ് വാസ്തവത്തിൽ ഇയാൾ നിർമ്മിച്ചത് എന്നതാണ്. വളരെ ബോധപൂർവ്വം പ്രയോഗിക്കുന്ന വാക്കാണ് ലുംബൻ ലീഡേഴ്സ്. ഈ ലുംബൻ ലീഡേഴ്സിനെ നിയന്ത്രിച്ചതോടെ സത്യത്തിൽ എന്താ വെച്ചാൽ അവരുടെ കയ്യിലേക്ക് കളിക്കാവുന്ന ഒരു സംവിധാനമായി ഈ കേരളത്തിലെ മൊത്തം സിസ്റ്റം മാറുകയാണ്. ആ സിസ്റ്റം മാറിയതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരണത്തിലാണ്. ഈ 9 വർഷക്കാലമായി ഉണ്ടായിരുന്ന ഭരണത്തിൻ്റെ ഏറ്റവും വലിയ സാമൂഹ്യമായ ദുരന്തം എന്ന് പറയുന്നത് അത് ഇവരുടേതായിരിക്കുന്ന ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുകയും അങ്ങനെ എന്താ പറയുക നിലവാരമുള്ള ബ്യൂറോക്രാറ്റുകളുടെ മുമ്പിൽ പോലും സ്വയം പരിഹാസ്യമായി തീരുന്നൊരവസ്ഥയിൽ അവരുടെ മുമ്പിൽ ഒരു കാര്യം പറഞ്ഞാൽ അവർ ചെയ്യാതിരിക്കുന്നൊരവസ്ഥയോ അല്ലെങ്കിൽ ഇയാൾ ഇത്രക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സ്വയം അപമാനിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് ഇയാൾ ചുരുങ്ങിപ്പോവുകയോ ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരു നിർമ്മിതിയാണ് അയാൾ ഉണ്ടാക്കിയത്. അത് പോലീസിൽ അങ്ങനെയാണ്, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് അങ്ങനെയാണ്, സംഘടനാ രംഗത്ത് വരുമ്പോൾ SFI രംഗത്തതാണ്, മഹിളാ ഫെഡറേഷൻ രംഗത്തതാണ്, പാർട്ടി രംഗത്തതാണ്, CITU രംഗത്തതാണ്, മുഴുവൻ രംഗങ്ങളിലും ഈ രീതിയിലേക്ക് ഇയാൾ നശിപ്പിച്ചു. അപ്പം ഇങ്ങനെ നശിപ്പിച്ചപ്പോൾ വരുന്നൊരു വിഷയം കഴിഞ്ഞ തവണ ലാവലിൻ വിഷയം വന്നപ്പോൾ ഇയാളെ പാർട്ടി ബാക്ക് ചെയ്തിരുന്നു. അയാൾ പാർട്ടി ബാക്ക് ചെയ്യേണ്ടായത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ പണം അഖിലേന്ത്യാ പാർട്ടി ലീഡർഷിപ്പിനകത്തേക്ക് ഒരു വലിയ ശതമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ പാർട്ടി ലീഡർഷിപ്പ് ഇയാളെ ലാവലിൻ കേസിനകത്ത് ഇയാളെ ബാക്ക് ചെയ്തിരുന്നു. ആ ബാക്കിങ്ങിന്റെ ഭാഗമായാണ് CPIM-ന്റെ സെക്രട്ടറി സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്ന EP ജയരാജൻ അന്ന് നടത്തേക്ക് ഒരു ജാഥയുണ്ട്, ഇയാൾ നയിച്ചിരിക്കുന്ന ഒരു ജാഥയുണ്ട്, നവകേരള യാത്ര. ആ നവകേരള യാത്രയിലാണ് പോടാ പുല്ലേ CBI എന്ന് പറയുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഒരു സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആദ്യമായി നടത്തുന്നത്. ഇങ്ങനെ വരുന്ന ഒരു ചിത്രം നിർമ്മിക്കുകയും കൂടി ചെയ്തുകൊണ്ട് എന്തായെന്ന് പറഞ്ഞാൽ ആരെയും എന്തും പറഞ്ഞ് വെല്ലുവിളിക്കാവുന്ന ഒരു ചിത്രം ഇതിൻ്റെ താഴേക്കിടയുള്ള പാർട്ടി സഖാക്കൾക്കടക്കം ഇയാൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ നിർമ്മിച്ചു കൊടുത്തതിൻ്റെ അനിവാര്യമായിരിക്കുന്ന ദുരന്തം എന്ത് എന്നതാണ്. ആ ദുരന്തത്തിൻ്റെ വ്യക്തമായ ചിത്രമാണ് വാസ്തവത്തിൽ ഇന്ന് ഇവിടെ വന്ന് മുട്ടി നിൽക്കുന്നത്. ഈ പറയുന്ന SFIO കേസിനകത്ത് ഇയാളുടെ മകൾ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. പല നാൾ കട്ടാൽ ഒരു നാൾ പിടിയിൽ. ഇവിടെ നമ്മൾ വളരെ സത്യസന്ധമായി വിലയിരുത്തിയാൽ പറയുന്നത് ഈ മനുഷ്യന്റെ കൈകൾ അയാൾ നിയമസഭക്കത്ത് ഗംഭീരമായിട്ട് പ്രഖ്യാപിച്ചതാണല്ലേ ഈ കൈകൾ ശുദ്ധമാണ് കേട്ടോ. ഞാൻ തിരിച്ചാണ് പറയുന്നത്. ആ കൈകൾ വാസ്തവത്തിൽ എന്താണ്? ആ കൈകൾ തീർത്തും രക്തപങ്കിലമാണ്. ആ കൈകൾ അതോടൊപ്പം തന്നെ അയാളുടെ ചിന്ത എന്ന് പറയുന്നത് അത് മുഴുവൻ തന്നെ പാപപങ്കിലവുമാണ്. ഞാൻ അടിവരയിട്ട് പറയാം, അയാളുടെ 2 കൈകളും രക്തപങ്കിലമാണ്. അയാളുടെ ചിന്ത മുഴുവൻ തന്നെ പാപപങ്കിലവുമാണ്. അങ്ങനെ രക്തപങ്കിലവും പാപപങ്കിലവുമായി ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി 24-25 വർഷക്കാലമായി MBR CPM-നകത്ത് പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് ഇയാൾ പാർട്ടിക്കകത്ത് ഇയാള് ഒരു എന്താ പറയുക ആരോഹണം നടക്കുന്നത്.
ഈ ആരോഹണത്തിന്റെ ഘട്ടം തൊട്ട് ഇന്നേ വരെ ആ കാട്ടിക്കൂട്ടിയത്, ഇപ്പൊ നടക്കുന്ന ഈ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിനകത്ത് പോലും അയാൾ കാട്ടിക്കൂട്ടിയത് മുഴുവൻ തന്നെ ആ പാർട്ടിയെ അയാളുടെ വ്യക്തിപരമായ കാര്യത്തിൽ മാത്രമായി അയാൾ ഉപയോഗിക്കുകയും ആ ഉപയോഗത്തിന്റെ ഫലം ഇന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട വിഷയം എന്താ പറഞ്ഞാൽ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസിനകത്ത് ഏതാണ്ട് 700 ചില്ലുവാനും പ്രതിനിധികളാണ് പങ്കെടുത്തത്. ആ പ്രതിനിധികൾ പങ്കെടുത്തപ്പോൾ കേരള പാർട്ടിയുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന 8 ആളുകളാണ്. അതിലൊരു വലിയ യോഗ്യനായി പങ്കെടുത്ത ഒരുത്തരാണ് കെ രാജേഷ്. ഇയാളുടെ പ്രസിഡന്റ് സെക്രട്ടറിയിൽ പണിയെടുക്കുന്ന വിദ്വാൻ, പഴയ രാജ്യസഭാ മെമ്പറും. അയാൾ വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താണ്? ഈ നവകേരളത്തിന്റെ ഭാഗമായി, 2ാം നവകേരളത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നവകേരള നിർമ്മിതിക്കുള്ള പുതുവഴികൾ. ഈ പുതുവഴികൾ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടി പദ്ധതി അഖിലേന്ത്യാ തലത്തിൽ പ്രചരിപ്പിക്കണമെന്നാണ് ഈ കെ രാജേഷ് എന്ന് പറയുന്ന യൂസ്ലെസ് ഈ പാർട്ടി കോൺഗ്രസിൽ ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. ഞാൻ യൂസ്ലെസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ അറിയോ? ഈ 715ഓളം വന്നിരിക്കുന്ന പാർട്ടി സഖാക്കളുടെ മുമ്പിൽ ഇയാൾ കള്ളനാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോ ഇയാളുടെ കുടുംബം കാട്ടുകളത്തികളുടെ മടയാണെന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയേറെ അപമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു പാർട്ടി കോൺഗ്രസിനകത്ത് ഒരു പാർട്ടിയുടെ അധിപനാണെന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയുക? അത് തീർച്ചയായും ഞാൻ പറയുന്നു, പാർട്ടിയുടെ സെൻട്രൽ ലീഡർഷിപ്പിന് ലാവ്ലിൻ കേസിൽ ഇയാളെ ന്യായീകരിച്ചതുപോലെ ഈ പ്രശ്നത്തിനകത്ത് ന്യായീകരിക്കാൻ സാധ്യമല്ലാത്ത ഒരു ചിത്രം ഉണ്ടായിരിക്കുന്നു. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ആ പാർട്ടിക്കകത്ത് അയാൾക്ക് നേരത്തെ ഉണ്ടാക്കിയ ഒരു വലിയ അപ്രമാദിത്വമുണ്ട്. ആ അപ്രമാദിത്വത്തിന്റെ മേലെ ഇടിവീണിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും നിലവിലുള്ള അവസാന കൈയെന്ന നിലയിൽ അയാളുടേതായ രീതിയിൽ ഈ പാർട്ടിക്കകത്തെ സ്വാധീനം ഉണ്ടാക്കി അയാളെ വേണ്ടുന്ന ഒരാളെ അയാൾ അഖിലേന്ത്യാ പാർട്ടി സെക്രട്ടറി ആക്കുകയും അതിനകത്ത് ആളുകളെ അയാൾ ഇൻഡസ്ട്രി ഒക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പോലും ഈ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ലുംബൻ ലീഡേഴ്സ് ഉണ്ടല്ലോ, ആ ലുംബൻ ലീഡേഴ്സ് ഒന്നൊന്നായി ഇനി ഇയാളെ കൈയൊഴിയുന്ന ഒരു ചിത്രം ഈ പാർട്ടിക്കകത്ത് രൂപം കൊള്ളാൻ പോവുകയാണ്. ആ പാർട്ടിക്കകത്ത് രൂപം കൊള്ളുകയും ചെയ്യുന്നതോടെ സംഭവിക്കുന്ന സംഗതി വളരെ അപകടകരമാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, പിന്നീട് ഈ പാർട്ടിക്കകത്ത് പുതുതായി രൂപപ്പെടുന്ന സമവാക്യത്തിലേക്ക്, രാഷ്ട്രീയ ബലാബലത്തിലേക്ക് ഈ ലുംബന്മാർ കയറി വരിക എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതെന്തായിത്തീരുന്നു പറഞ്ഞാൽ, ഇപ്പൊ പുത്തനായി വരുന്ന ഒരു കലക്റ്റീവ് ഫോഴ്സിനെ പോലും നശിപ്പിക്കാൻ ത്രാണിയുള്ള ഇൻസെക്ട്സുകളായി അവർ മാറ്റപ്പെടുന്ന ഒരു ദുരന്ത ചിത്രവും കൂടി ഇതിന്റെ ഭാഗമായി രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിചിത്രമായ ചിത്രം. അതിനാൽ ആവർത്തിച്ചും ഉറപ്പിച്ചും പറയാവുന്ന ഒരു കാര്യം, തീർച്ചയായും ഈ പെൺകുട്ടി, അതായത് വീണ പായ്ക്കണ്ടി എന്ന് പറയുന്ന ഇയാളുടെ മകൾ, നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു പോയിന്റ് കൂടെ. അതിനകത്ത് നമ്മൾക്ക് അറിയേണ്ട വിഷയം എന്താ പറഞ്ഞാൽ, കേരളത്തിൽ നമ്മളെല്ലാവരും മറന്നു പോയിരിക്കുന്ന ഒരു സ്ത്രീയില്ലേ, സ്വപ്ന സുരേഷ് അല്ലേ? അവർ ഇതുപോലെ ഒരു അച്ഛന്റെ മകളായിരുന്നില്ലേ? തെരുവിലിട്ട് ഭേദം ചെയ്തു. മാനാപമാനത്തെ നിലയിലാക്കയത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. ആരുണ്ട് ആ സ്ത്രീയുടെ പേര് പറയാൻ? ഇപ്പോ എനിക്ക് അവരെ അറിയില്ലെന്ന് പറഞ്ഞു അല്ലെ? അത് പറയാൻ ഇയാൾക്ക് 2ാം തവണ ഇയാൾക്ക് ഒരു വിഷമം ഉണ്ടായില്ലല്ലോ. പക്ഷേ ഈ സ്വന്തം മകളുടെ വിഷയം വന്നപ്പോഴോ, സ്വന്തം മകളുടെ വിഷയം എത്ര തവണയാണ് ഈ SFI അന്വേഷണം മുടക്കുന്നതിനായി എത്ര കോടി രൂപയാണ് ചെലവിട്ടു? ഇതെല്ലാം തന്നെ കാറ്റിൽ പറത്തിയിട്ടാണ് ഈ ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്ന ഒരു കേസിന്റെ പേര്. തീർച്ചയായും ആ ചെറുപ്പക്കാരനെ അഭിനന്ദിക്കേണ്ടതാണ്. അതിന്റെ പേര് കൃത്യവും സത്യസന്ധവുമായിരിക്കുന്ന ഒരു അന്വേഷണം ഇതിനകത്ത് വന്നിരിക്കുന്നു. അതിനർത്ഥം നിലവിലുണ്ടായിരിക്കുന്ന അവസ്ഥയിൽ ഈ സ്ത്രീയും, അതായത് ഈ വീണ പായ്ക്കണ്ടി എന്ന് പറയുന്ന ഇയാളുടെ മകളും കുടുംബവും അഴിമതി ആരോപണത്തിന് ചെളിക്കുണ്ടിൽ വീണിരിക്കുന്നു. ഉളുപ്പും മാനവും ഉണ്ടെങ്കിൽ ഇയാൾ ചെയ്യേണ്ടത് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് അയാൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഞാൻ ഈ പാർട്ടിയെ അതിന്റെ സ്വതന്ത്രമായ ഒരു വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആ പാർട്ടിക്ക് വിട്ടുകൊടുക്കുക എന്നൊരു മര്യാദയാണ് അയാൾ ചെയ്യേണ്ടത്. പക്ഷെ അയാൾ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രാഥമികമായ റൗണ്ടിൽ എനിക്ക് പറയാനുള്ളത്.